ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ് ഇന്ന് വാഗമണ്ണിൽ. ഇന്നലെ അപ്പം നമ്മൾ മുട്ടക്കുന്നൊക്കെ പോയായിരുന്നു. ഇന്ന് നമ്മൾ പൈൻ വാലി, തങ്ങൾപ്പാറ ഒക്കെയാണ് പോകാൻ പോകുന്നത്. പിന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ബോട്ടിങ്ങിലൂടെ പോകണമെന്നുണ്ട്. ഞാൻ അപ്പോൾ താമസിക്കുന്ന റൂമിൻ്റെ, ഇത് ഹോം സ്റ്റേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇതാണ് വ്യൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ഡേ ആണ് വാഗമണ്ണിൽ. നമ്മളപ്പോൾ പോകാൻ പോകുന്ന ഫസ്റ്റ് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അതിനുശേഷം തങ്ങൾപ്പാറ. നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, നമ്മുടെ പൈൻ വാലി. നമുക്ക് അതിന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. ചേട്ടാ, ഒരാൾക്ക് ടിക്കറ്റ് എത്രയാണ്? 10 രൂപ. 2 ടിക്കറ്റ്. നമ്മളിപ്പോൾ അങ്ങനെ പൈൻ വാലിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, ഇവിടെ പൈൻ വാലിയിൽ വേറെ എന്തൊക്കെയുണ്ട് കാണാനായിട്ട്? ഒന്ന് ജസ്റ്റ് പറയാമോ? പൈൻ വാലിയിൽ ഇപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മുട്ടക്കുന്നുണ്ട്, സൂസൈഡ് പോയിന്റ് ഉണ്ട്. പിന്നെ സൂസൈഡ് പോയിന്റ് ഒക്കെ ഓപ്പൺ ആണോ? ഓപ്പൺ ആണ്. ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആണോ? ഓപ്പൺ അല്ലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നും കാണാൻ പറ്റുമായിരിക്കും. ഇന്ന് ചിലപ്പോൾ തന്നെ വെയിലായതുകൊണ്ട് അറിയാൻ പറ്റുള്ളൂ ഓപ്പൺ ആണ്. നമ്മുടെ ഹോം സ്റ്റേന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഇവിടെ കുറേ പൈൻ മരങ്ങളുണ്ട്. ഒരുപാട് മരങ്ങൾ ചേർന്ന സ്ഥലമാണിത്, പൈൻ ഫോറസ്റ്റ്. മോസ്റ്റ് സമയങ്ങളിൽ ഇവിടെ ഭയങ്കര ചെറിയ തണുപ്പും ചെറിയ തണുത്ത കാറ്റൊക്കെയാണ് നമുക്കിവിടെ എപ്പോഴും ഉണ്ടായിരിക്കുക. ചൂടൊന്നുമില്ല. പിന്നെ നമുക്ക് ചുമ്മാ വന്നിരിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര രസമാണ് ഈ സ്ഥലം. എനിക്ക് ഇവിടെ വന്നാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടെയാണ് ഈ പൈൻ ഫോറസ്റ്റ്. എപ്പോൾ ആര് വന്നാലും ഇവിടെ വരാതെ മാത്രം പോകരുത്. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ കൂടെ നടക്കുകയാണ്. നമ്മുടെ റൂം സ്റ്റേന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ സ്കൂട്ടിയിൽ ഇങ്ങ് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വലിയൊരു സത്യം അറിയുന്നത്. ഞാൻ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് പൈൻ ഫോറസ്റ്റ് നാച്ചുറൽ ഒരു സംഭവമാണ്, നേച്ചറിനാണ്. പക്ഷേ അല്ല, ബ്രിട്ടീഷുകാരാണിത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കരവിരുതാണിത്. പൈൻ ഫോറസ്റ്റിൽ വന്ന് നമുക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സിനിമയുടെ ലൊക്കേഷൻ കൂടിയായിരുന്നു കേട്ടോ ഇത്. മെയിനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പയ്യ സിനിമയിലെ അഡ്ഡാമഴട ആ സോങ് ഷൂട്ട് ചെയ്തേക്കുന്ന ഇവിടെയാണ്. പുലിമുരുകൻ്റെ കുറച്ച് സീൻസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആന്റണി, അവരുടെ രാവുകൾ, ഇതൊക്കെ ഇവിടെ ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. നമ്മളങ്ങനെ പൈൻ വാലിയുടെ ബ്യൂട്ടിയൊക്കെ കണ്ടിറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മറ്റേ ഹോം ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും വാങ്ങാം. ചേച്ചി, ഹോം ചോക്ലേറ്റ് ഒക്കെ പേടിക്കുന്ന വേണ്ട. ഹോം ചോക്ലേറ്റ് എന്തെങ്കിലും അവൈലബിൾ ആണോ ചേച്ചി? ചോക്ലേറ്റ് ഇത് 2 ബോക്സ് 150 ആണ്. ഇത് ഒരെണ്ണം 100 രൂപ, 120, 120, ഇത് 150, 1/2 കിലോ രൂപ. എത്രയിൻ്റെ? ഒരു 150 തന്നെ കാണിച്ചു. ഇത് ലൈറ്റ്, ഡാർക്ക്, മിൽക്ക് 3. നമ്മളിനി നെക്സ്റ്റ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അതിന് ഫുള്ളൊരു അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വാഗമണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ടൗൺ ഏരിയ നല്ലത് നമുക്ക് ഫുഡ് കിട്ടാൻ നല്ല പ്രയാസമാണ്. ഞങ്ങൾ ടൗൺ ഏരിയയിൽ നിന്ന് കഴിക്കാത്തതുകൊണ്ട് കുറേ അലഞ്ചിട്ടാണ് ഫുഡ് കിട്ടിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച്, ബിരിയാണി ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അതും കഴിച്ച് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ചു. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്ന വലിയ പാറയാണ് തങ്ങൾപ്പാറ. കുറേ കുഞ്ഞു കുഞ്ഞു പാറയുടെ ഏറ്റവും മുകളിലായിട്ട് വലിയൊരു പാറ. അതാണ് അതിൻ്റെ യൂണിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഈ വാഗമണ്ണിൽ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ തങ്ങൾപ്പാറയിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ പൈൻ ഫോറസ്റ്റിൽ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. വലിയ പാറയാണ്. ഇതിൻ്റെ ടൈമിംഗ് കൂടെ ഞാൻ പറഞ്ഞുതരാം. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 4:30 വരെയാണ് ഇതിൻ്റെ ടൈമിങ്. ആ സമയത്ത് നമുക്കിവിടെ കയറാനും ഇറങ്ങാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കയറുന്നതിന് ചാർജ് ഒന്നുമില്ല. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പേയ്മെൻ്റ് ഉണ്ട്. അതിൽ ടിക്കറ്റ് എടുക്കണം. നമ്മുടെ സ്കൂട്ടിക്ക് 10 രൂപയും പിന്നെ വലിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ 30 രൂപയും അങ്ങനെയാണ് വരുന്നത്. തങ്ങൾപ്പാറ ആക്ച്വലി നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു പാറയാണ്. അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കയറ്റങ്ങളും ഉണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നമുക്ക് പാറയുടെ മുകളിൽ കൂടെ തന്നെ നടക്കാനുണ്ട്. നമ്മളങ്ങനെ നടന്ന് തങ്ങൾപ്പാറയുടെ പകുതി ആയിട്ടുണ്ട്. ഈ വലത്തെ സൈഡിൽ കാണുന്നത് നമ്മുടെ വാഗമണ്ണിൻ്റെ കുറച്ച് സിറ്റിയും പിന്നെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. പക്ഷേ ഇടത്തെ സൈഡിൽ വലിയ വലിയ മലനിരകളാണ്. അങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. മഞ്ഞുമൂടി കിടക്കുകയാണ് മിക്കത്. വലിയ മലനിരകൾ കണ്ടോ. തങ്ങൾപ്പാറയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈമിൽ വന്നാലും ഈ ഒരു കാറ്റ് ഇവിടെ ഗ്യാരണ്ടി ആയിരിക്കും. അത് ഈവനിങ് ആയിക്കോട്ടെ ഉച്ച ആയിക്കോട്ടെ, എപ്പോഴും ഈ കാറ്റ് ഇവിടെ ഉണ്ടായിരിക്കും.
ഏത് റൂട്ട് വഴിയാണ് കയറേണ്ടതെന്നുള്ളത് ഈ പാറയിൽ തന്നെ ആരോ മാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ പോയാൽ മതി. ഈ താഴെ കാണുന്ന പാറ മൊത്തം ഞാൻ വലിഞ്ഞേറിയതാണ് തങ്ങൾ പാറയിലോട്ട് പോകാനായിട്ട്. ഇനി കുറച്ചും കൂടി ഉള്ളു എത്താനായിട്ട് കേട്ടോ. മടുത്ത് കണ്ടോ പാറ ഉണ്ടോ? ഓ എന്നാ വ്യൂ ആണേ. ഞാൻ ഈ റബ്ബറിനും വാഴയ്ക്കൊക്കെ തടം എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് തേയിലത്തോട്ടത്തിന് തടം എടുക്കുന്നതാണെന്ന്. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു JCB തേയിലയ്ക്ക് തടം എടുക്കുന്ന കാണാൻ പറ്റും. നമ്മളങ്ങനെ ലാസ്റ്റ് നമ്മുടെ തങ്ങൾ പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ പുറകിൽ കാണുന്ന ഒരു ബ്ലാക്ക് കളർ പാറയില്ലേ, അതാണ് തങ്ങൾ പാറ. 800 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊരു സെയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഷെയ്ഖ് ഫരീദീൻ ഉണ്ട്. പുള്ളിയും ഒരു 40 ആൾക്കാരുടെ വന്ന് അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു ഡിവൈൻ പ്ലേസ് ആയിട്ട് മാറി. തങ്ങൾപ്പാറയിൽ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. പക്ഷെ നമുക്ക് പ്രസാദം കിട്ടും ഇവിടുന്ന്. പഞ്ചസാരയും കിസ്മിസും ആണ് ഇവിടുത്തെ പ്രസാദം. സീ ലെവലിൽ നിന്ന് ഏകദേശം 3650 അടി ഉയരത്തിലാണ് നമ്മളുടെ ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഷെയ്ഖ് ഫരീദീൻ്റെ ഖബർ ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഡിവൈൻ പ്ലേസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ തളർന്നു ഗൈസ്. നമ്മൾ തളർന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എണ്ണിക്കാം. അതാണ് സുഖം കിടക്കാൻ. ഇപ്പം ഏകദേശം നമുക്ക് സമയം 4 മണി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കാനായിട്ട് പെർമിഷൻ ഉണ്ട്. നമുക്കപ്പോൾ അരമണിക്കൂർ ശാന്തമായിട്ട് ഇവിടെ ഇരുന്നിട്ട് പോവാം. അങ്ങനെ നമ്മളുടെ 2 ദിവസത്തെ വാഗമൺ യാത്ര ക്ലൈമാക്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോകുന്നതിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചു വരാമല്ലോ. വാഗമൺ ഞങ്ങളെ അവിടുന്ന് ചുമ്മാ പറഞ്ഞു വിട്ടില്ല, നമുക്കൊരു സർപ്രൈസ് കൂടെ തന്നിട്ടാണ് വിട്ടത്. നമ്മളുടെ അമൽ ഡേവിസിനെ അവിടെ വെച്ച് കാണാൻ പറ്റും ഞങ്ങൾക്ക്. ഹലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ വാഗമൺ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ വാഗമണിൽ കാണാൻ പറ്റുന്ന നല്ല സുന്ദരമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഞാൻ കാണിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വിഷമമുണ്ട് ഇവിടെ നിന്ന് പോകുന്നതിന്. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ.